ചരിത്രം പറയില്ല, അവർക്ക് വേണ്ട ചരിത്രമേ അവർ പറയൂ. സിയോണിസം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുക. സിയോണിസത്തിന്റെ മറ്റൊരു വകഭേദമാണ് RSS. അപ്രക്രൂരമായ പൈശാചികമായ ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത്. ഈ വരേണ്യ വിഭാഗം, സവർണ വിഭാഗം, അതിൻ്റെ ഒരു പ്രതിഷ്ഠാപന കർമ്മമാണ് അവര് എപ്പോഴും ആഗ്രഹിക്കുന്നത്. രാമായണത്തെക്കുറിച്ച് സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറയും, ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എൻ അബ്ഡിക്കേഷൻ ഓഫ് ത്രോൺ ആഫ്റ്റർ ദി കൊറോണേഷൻ. കിരീടധാരണം കഴിഞ്ഞ് കിരീടം വലിച്ചെറിഞ്ഞ കഥ. സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ മഹത്തായ വാചകമാണ് രാമായണത്തെക്കുറിച്ച്. കിരീടന് വെച്ചുകൊണ്ടാണ് വലിച്ചെറിഞ്ഞു രാമൻ. ഇവിടെ രാമനെ പിടിച്ചിട്ട് അധികാരത്തിൽ കാലാകാലം ഇരിക്കുക എന്നുള്ള പണി. ഏത് രാമായണം ഇവർ സ്വീകരിക്കുന്നു? പക്ഷെ അതിൻ്റെ വൈരുദ്ധ്യം എന്താ? ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളും രാമായണം വായിച്ചിട്ടില്ല. RSSകാർ പുസ്തകമിനെ കൈകൊണ്ട് തൊടില്ല.